വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് മുക്കാൽ ഭാഗവും തുലാം രാശിയിലാണ്, കാൽഭാഗം മാത്രമാണ് വൃശ്ചിക രാശിയിലുള്ളത്. അപ്പോൾ ഈ മുക്കാൽ ഭാഗവും ഉള്ളപ്പോൾ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഇതുപോലെ അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അത് 9ാം ഭാവത്തിലേക്ക് മാറുകയും ശനിയാണെങ്കിൽ നമ്മുടെ 5ാം ഭാവത്തിൽ നിന്ന് നമുക്ക് 6ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ 6ാം ഭാവത്തിലൊക്കെ ഈ പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ല രാശിയാണ് 6ാം ഭാവം, 11 11 എല്ലാ ഗ്രഹങ്ങൾക്കും ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പോൾ ഇതിലിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാരെ മുക്കാൽ ഭാഗവും ഉള്ളവർ ഈ ഒരു മാസം, അതായത് മെയ് മാസത്തോടു കൂടി അവരുടെ ഏറ്റവും കഷ്ടനഷ്ടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് വ്യാഴം, അതായത് സമ്പത്തിൻ്റെ കാരകത്വമുള്ള വ്യാഴം 9ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അത് ഏറ്റവും നല്ലൊരു ഭാവമാണ് അവർക്ക്. പക്ഷേ ഇത്ര നാൾ നമ്മളെ കുറേ കഷ്ടപ്പെടുത്തിയിരുന്നു, രോഗങ്ങളായിട്ടും ടെൻഷനായിട്ടും ഒക്കെ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുട്ടികളാണെങ്കിലും ചിലപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് അത് ബ്ലോക്കായി കിടക്കുന്നവരൊക്കെ ഉണ്ടാവും, അതൊക്കെ കിട്ടാനൊക്കെ ഉള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടോ വല്ല കേസിലോ അങ്ങനെയൊക്കെ കിടക്കുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം. പക്ഷെ ഇവിടെ ശനിയാണ് 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അതുമാത്രമല്ല, നന്നായിട്ട് ഈ ശനി കൃത്യമായിട്ട് പോകുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കേതു ഇവിടെ 11ാം ഭാവത്തിലുള്ളത് കൊണ്ടും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഗണപതിക്ക് മാല കൊടുക്കുക, ശിവനെ നന്നായിട്ട് ആരാധിക്കുക. ഇതൊക്കെ തന്നെയാണ് വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗമുള്ള തുലാക്കൂറുകാർക്ക്. ഇനി വൃശ്ചികത്തിലുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സംബന്ധിച്ച് ഇവർക്ക് 7ലായിരുന്നു വ്യാഴം, ഇനിയാണ് ഇവർക്ക് അഷ്ടമത്തിൽ പോകുന്നത്. അപ്പം 7ൽ ഇത്രയും നാൾ നമുക്കൊരു പ്രതിസന്ധി ഇല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ 4ലായിരുന്നു ശനി. അവരെ കണ്ടകശനിയൊക്കെ ഒന്ന് മാറി 5ാം ഭാവത്തിലേക്ക് ശനീശ്വരൻ വരുന്നുണ്ട്. 5ൽ ശനി വരുമ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്യണം. മനസ്സിനെ പല കാര്യങ്ങളും നമുക്ക് അലട്ടും. ഇവിടെ അഷ്ടമത്തിലെ വ്യാഴാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് 5ാം ഭാവം നമ്മുടെ സന്താന ഭാവമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ അല്ലെങ്കിൽ പഠനത്തിന് പോകാനുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും. പക്ഷെ എന്നാലും അത് നടത്തിയിരിക്കും. എന്നുവെച്ചാൽ അഷ്ടമത്തിലെ ഇരിക്കുന്ന ഈ വ്യാഴം നമ്മുടെ ഈ വൃശ്ചിക രാശിയുടെ 2ാം ഭാവത്തിലേക്കാണ് നോക്കുന്നത്. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ നിധി, കോശം, ധനം, വാക്ക്, അതാണ്. അപ്പോൾ ഈ 2ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വാക്കുകൾ അവിടെ പോയി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2ാം ഭാവത്തിലുള്ള വ്യാഴത്തിനെ നമ്മൾ കയ്യിൽ കിട്ടും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പോകേണ്ടത്. ഇവിടെ അഷ്ടമഭാവമാണ്. രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചെറിയൊരു പനിയാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറെ കാണിക്കണം. രോഗാവസ്ഥകളാണ് അഷ്ടമത്തിലെ വ്യാഴത്തെ കൊണ്ട് കൂടുതൽ പറയുക. സാമ്പത്തികം അല്ല അവിടെ വിഷയം, രോഗങ്ങളെ ഉണ്ടാക്കും. പിന്നെ 5ലെ ശനീശ്വരൻ ഉണ്ടാവുന്നതും. പിന്നെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മത്തിലാണ് കേതു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കാം. പെട്ടെന്നായിരിക്കും കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരിക. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മ മേഖലയിൽ പെട്ടെന്നായിരിക്കും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കുറച്ച് നാൾ ബ്ലോക്കൊക്കെ ആയിട്ട് വരിക. അപ്പോൾ കർമ്മത്തിൽ ദോഷങ്ങളൊക്കെ മാറാൻ ദേവീ ക്ഷേത്രത്തിൽ പോവുക, ജയദുർഗ കൊണ്ട് കർമ്മം ചെയ്യുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. അതൊരു 7 ദിവസം അടുപ്പിച്ച് 36 വീതം ചെയ്യുക. ശിവന്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴാഷ്ടമത്തിലായതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിലിരുന്ന് ഇന്ന് രാവിലെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അപ്പോൾ ഈ 2 രാശിയിലും 2 വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അവർ കൃത്യമായിട്ട് നോക്കി നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും.